നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ മകൻ അഫാനെതിരെ ആദ്യമായി ഉമ്മ ഷെമീനയുടെ മൊഴി. അഫാൻ കഴുത്ത് ഞെരിച്ച് തല ചുമരിലിടിച്ചെന്ന് അവർ കിളിമാനൂർ SHOയ്ക്ക് മൊഴി നൽകി. മുമ്പ് കട്ടിലിൽ നിന്ന് വീണതാണെന്ന് ഷെമി പറഞ്ഞിരുന്നു. തനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസം 50,000 രൂപയുടെ അടിയന്തര ആവശ്യമുണ്ടായിരുന്നു. തുടർന്ന് ബന്ധുവിന്റെ വീട്ടിൽ പോയി. അവിടെ വെച്ച് കേട്ട അധിക്ഷേപങ്ങൾ മകനെ വേദനിപ്പിച്ചെന്നും അതാണ് മകന്റെ പ്രവൃത്തിയിൽ കലാശിച്ചതെന്നും മൊഴിയിൽ പറയുന്നു. ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചിരുന്നതായും അതിനായി ഇളയ മകനുമൊത്ത് യൂട്യൂബിൽ വീഡിയോകൾ കണ്ടിരുന്നതായും ഷമീന പറഞ്ഞു. ഷമിയെ വെഞ്ഞാറമൂട് കുറ്റിമൂട് പ്രവർത്തിക്കുന്ന സംരക്ഷണ കേന്ദ്രത്തിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. അതേസമയം പേരുമലയിലെ തെളിവെടുപ്പിന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന അഫാനെ പിതാവ് അബ്ദുൾ റഹീം കണ്ടു. 4 മീറ്റർ അകലെ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പിലായിരുന്നു അഫാൻ. കൂട്ടക്കൊല വിവരം അറിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ അബ്ദുൾ റഹീം മകനെ കാണാൻ താല്പര്യമില്ലെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്നലെ മാധ്യമങ്ങൾ സമീപിച്ചപ്പോഴും മകനെ കാണണോ അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ താല്പര്യമില്ലെന്ന മറുപടി അബ്ദുൾ റഹീം ആവർത്തിച്ചു. അഫാനെ ഇന്നലെ പോലീസ് 7 സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുത്തു. പ്രതി അഫാനെ സംരക്ഷിക്കുന്ന മൊഴി ആവർത്തിച്ച് ഉമ്മ ഷെമീന. കട്ടിലിൽ നിന്ന് വീണാണ് തനിക്ക് പരിക്കേറ്റതെന്ന മൊഴി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഷെമീന മുമ്പ് ആവർത്തിച്ചിരുന്നു. ആശുപത്രിയിൽ നിന്നും പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ഷെമിയുടെ മൊഴി പോലീസ് ഇന്നലെ വീണ്ടും രേഖപ്പെടുത്തി. ഈ ഘട്ടത്തിലാണ് അഫാനെ സംരക്ഷിക്കുന്ന മൊഴി ഷെമീന വീണ്ടും ആവർത്തിക്കുന്നത്. മകൻ അഫാന് ആരെയും ആക്രമിക്കാനാകില്ല, അഫാൻ തന്നെ ആക്രമിച്ചിട്ടില്ലെന്നും കട്ടിലിൽ നിന്ന് തറയിൽ വീണാണ് പരിക്കേറ്റതെന്നും ഷെമി വീണ്ടും പോലീസിന് മൊഴി നൽകിയിരുന്നു. കട്ടിൽ നിന്ന് വീണാൽ ഇത്രയും ഗുരുതരമായി പരിക്കേൽക്കില്ലല്ലോ എന്ന പോലീസിന്റെ ചോദ്യത്തിന് ആദ്യം വീണതിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും വീഴുകയായിരുന്നുവെന്നാണ് ഷെമിയുടെ മറുപടി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് SHO RP അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിലാണ് ഷെമിയുടെ മൊഴി എടുത്തത്.